ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം വീണ്ടും തെരുവ് നായ ആക്രമണം. കണ്ണമ്പുഴ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ശശിക്കാണ് കഴിഞ്ഞ ദിവസം തെരുവ് നായയുടെ കടിയേറ്റത്. നേരത്തെ 15ഓളം പേരെ കടിച്ച നായ തന്നെയാണ് ശശിയെ കടിച്ചതെന്നാണ് പറയുന്നത്. നഗരസഭ ഭരണസമിതി നായശല്യം ഒഴിവാക്കാൻ ഒരു നടപടിയും എടുക്കുന്നില്ലെന്നാണ് ആരോപണം. ചാലക്കുടി കണ്ണമ്പുഴ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ശശിക്കാണ് കഴിഞ്ഞ ദിവസം തെരുവ് നായയുടെ കടിയേറ്റത്. നേരത്തെ 15ഓളം പേരെ കടിച്ച നായ തന്നെയാണ് ശശിയെ കടിച്ചതെന്നാണ് പറയുന്നത്. ഇതോടെ കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ കടിയേറ്റവരുടെ എണ്ണം 20 കഴിഞ്ഞു. ഭയം മൂലം ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത തരത്തിൽ തെരുവ് നായശല്യം രൂക്ഷമായിട്ടും നഗരസഭാ ഭരണസമിതി നായശല്യം ഒഴിവാക്കാൻ ഒരു നടപടിയും എടുക്കുന്നില്ലെന്നാണ് ആരോപണം. ഞാൻ ഒരാളായിട്ട് വർത്താനം പറഞ്ഞ സൈക്കിളിൽ കയറുന്ന ഓടി വന്ന് കടിച്ചത്. എവിടെ കടിച്ചത്? സ്റ്റാൻഡിൽ കാലും. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കടിച്ചു. അത് ആ വെള്ളപ്പട്ടി തന്നെയായിരുന്നു? ആ വെള്ളപ്പട്ടി. ഏകദേശം എപ്പോഴാണ് കടിച്ചത്? ഒരു മണിക്കൂർ. ഒരു മണിക്കൂർ. ചേട്ടൻ്റെ വീട് കണ്ണമ്പുഴ. കടലിലേക്ക് പോയിരുന്നു. എന്നിട്ടിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇഞ്ചക്ഷൻ എടുത്തു. അതേസമയം തെരുവ് നായ ശല്യത്തെ തുടർന്ന് ജനം പൊറുതിമുട്ടുമ്പോൾ തന്നെ നഗരത്തിൽ തെരുവ് നായകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സംഘങ്ങളും നഗരത്തിൽ സജീവമാണ്. നഗരസഭയ്ക്ക് തൊട്ടടുത്ത് വാഹനത്തിലെത്തി കോഴിക്കാലുകൾ നൽകുന്നതും പതിവാണ്. ഇവരെ നിയന്ത്രിക്കാനും നഗരസഭയ്ക്കാകുന്നില്ല. മീഡിയ ടൈം, ചാലക്കുടി.